കേരള സ്റ്റോറിയിൽ നിന്ന് എന്തിനാണ് പേരിട്ടത്? അവർക്ക് സൗകര്യമുള്ളതുകൊണ്ടിട്ടു. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. അങ്ങനെ ഈ നാടിനെ പറ്റി പച്ചക്കള്ളം പറഞ്ഞ് അതിന് നാടിനെ പേരിടാൻ പറ്റില്ല. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുറിപ്പ്. ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കൂല. ചവിട്ടി ചുമരുമോ പറ്റിച്ചാൽ പറ്റില്ല, അത്രേ ഉള്ളൂ. അത് കേരളം തീരുമാനിക്കും. ഇങ്ങനെ പോയാൽ നീ ഇവിടെ അധിക കാലം ഡ്യൂട്ടി ചെയ്യാനുണ്ടാവുന്ന തോന്നണില്ല. അതൊക്കെ ഓക്കെ, ഒരാൾ കോടതിയിൽ പോയി, ടീച്ചർ പിൻവലിക്കേണ്ടി വന്നു. ഇവിടെ BJP-ക്കാരാവട്ടെ RSS-കാരാവട്ടെ ഈ പറയുന്ന രീതിയിൽ ഇനി എത്രത്തോളം ഏത് എക്സ്റ്റെന്റിൽ മതവർ തലക്കി പിടിച്ചവരാവട്ടെ ഈ സിനിമ ചിരിച്ചു മണ്ണ് തപ്പും. കാര്യം കേരളത്തിലുള്ളവർ എത്രയാണെങ്കിലും കുറച്ചൊരു നല്ല സിനിമ കണ്ടിട്ടുള്ളവരാ. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? തൊലിഞ്ഞ കുറെ ആരാധകന്മാര്. താങ്കൾ ഇന്ത്യ TV കൊടുത്ത അഭിമുഖത്തിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് താങ്കൾ പറഞ്ഞത് പ്രൊപ്പഗണ്ട സിനിമയല്ല, സെപ്റ്റി ടാങ്ക് സിനിമയെന്നാണ്. അല്ല, അതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മലയാളിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന മീംസ് ട്രോളൊക്കെ കണ്ടാലുണ്ടല്ലോ, അല്പം ഉളുപ്പുള്ള ആരെങ്കിലും ആണെങ്കിലുണ്ടല്ലോ, ഗംഗാ നദിയിൽ ചാടിച്ചാകും. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അവിടെ ഭരിക്കുന്നവരുടെ വീട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന നല്ല പ്രൊപ്പഗണ്ട. ഇത് ബീഫ് കുത്തി കയറ്റുന്ന ഒരു പച്ചക്കള്ളം എഴുതി വെച്ചൊരു ടീസറും അതുമായി പുലബന്ധം പോലും ഇല്ലാത്ത കള്ളക്കണക്കും വെച്ച് ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി എന്നുണ്ടാക്കി വിടുന്നതാണ് പ്രൊപ്പഗണ്ട. അന്ന് ചമതയും പൂണൂലുമായി വന്ന് മണ്ണുദാനം വാങ്ങി വഞ്ചിച്ച വാമനൻ വിഷ്ണുവാണത്രേ മഹാവിഷ്ണു ഞാനിൽ നുഷ്ണിച്ചു കത്തി ജ്വലിച്ചു പോയി കണ്ണുകൾ. ഇവിടെ വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് പ്രൊപ്പഗൻഡയല്ലേ? എന്റെ പൊന്നു ഷാവുപ്രസാദ്, നിങ്ങൾ എവിടെ കിടക്കുന്ന ഒരു കാമാക്കിനെയും വയലാറിനെയും കമ്പയർ ചെയ്യല്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. വയലാറിന്റെ വാലേ കെട്ടാൻ പോയിട്ട് വയലാറിന്റെ വാലേ കെട്ടിയ വള്ളി അത് കഴുകിയ വെള്ളം കുടിക്കാൻ യോഗ്യതയില്ലാത്തവനായിട്ടാണ് താരതമ്യം ചെയ്തത്. അയ്യോ, കവിയുടെ കാറ്റ് പോയി. ഇപ്പൊ ഇയാളുടെ പേര് കാമാക്യ എന്നാണ് ഹാഷ്മി. നാട്ടുകാർ ഈ പടം കണ്ടിട്ടല്ല, ഇതിന്റെ ടീസർ കണ്ടിട്ട് ചോദിക്കാണ് കാമാക്യ കോലംകെട്ട്. ഹേ, ക്യാ കോലംകെട്ടാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിന്റെ കാര്യത്തിൽ അത്ഭുതമൊന്നുമില്ല. ആർക്കായാലും നിന്നെ കണ്ട 2 തരാൻ തോന്നും. അവരുടെ സ്വാതന്ത്ര്യത്തിന് വിലയില്ലേ? ആരാണ് അവർ? മാത്രമൊക്കെ തീരുമാനിച്ചാൽ മതിയോ? ഈ സിനിമ നല്ലതാണെന്ന് പറയുന്നവർ കേരളത്തിൽ ഇറങ്ങിയ സിനിമകൾ കാണാത്തവരാണ് ഷാദു. ഹാഷ്മി ഇങ്ങനെയൊക്കെ അങ്ങ് തീരുമാനിച്ച് പ്രഖ്യാപിക്കാൻ ഹാഷ്മിയും 24 ചാനലും ഒക്കെ ആരാ? ഞാൻ പറയാനുള്ള പറഞ്ഞോളൂ. വാർദ്ധക്യകാലേ വിപരീത ബുദ്ധി. ടീച്ചർ ഇത് കട്ട് ചെയ്ത് കളഞ്ഞ എന്തിനാ? അത് അദ്ദേഹത്തിന് ഷാവുപ്രസാദേ, ഈ 32,000 ഒന്ന് ടീച്ചറിൽ നിന്ന് പിന്നെ വെട്ടി തോട്ടി കളഞ്ഞ എന്തിനാ? വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. സാറേ, ടീച്ചറിൽ തന്നെ കള്ളം കൈയോടെ പിടിച്ചു, വെട്ടിക്കളയേണ്ടി വന്നു. അതല്ല ഉദ്ദേശം, ഞാൻ മാറി കിട്ടിയല്ല. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ തെറ്റ് വരെ